ഗായ്സ്, ഇന്നിപ്പോ വയനാട്ടിൽ പോവാണ്. എവിടെയാണല്ലോ? വാളൂക്കിലല്ല, വാളാട്. വാളാട് ആരാ ഉള്ളേ? പപ്പായി അമ്മച്ചു. അമ്മേന്റെ വീടാ അല്ലേ? അമ്മേന്റെ വീട്ടിൽ പോവാണ്. 2 ദിവസം നിന്നിട്ട് തിരിച്ചു വരും. ഓക്കെ. ഒറ്റയ്ക്കാക്കി പോവല്ലേ പപ്പച്ചീനെ? ഞാൻ അങ്ങോട്ട് വരുമല്ലേ? ജോലി കഴിഞ്ഞു. അപ്പച്ചി നാളെ അല്ല മറ്റന്നാൾ രാവിലെ അങ്ങ് വരും. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി റെഡിയായി ചേട്ടായുടെ കൂടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ചേട്ടായി വർക്കിന് പോയി. ഞങ്ങൾ രണ്ടുപേരും തൊട്ടിൽപ്പാലം ബസ് നോക്കി നിൽക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ KSRTCയിലാണുള്ളതെന്ന് പറയാം. വാളാട് പോകുന്നതിന് സന്തോഷമാണ് കേട്ടോ റോസുട്ടീൻ്റെ മുഖത്ത്. KSRTC സൂപ്പർ അല്ലേ? നമ്മളെപ്പോഴും വാളാട് പോകുമ്പോൾ KSRTCയിലല്ല പോകുന്നത്. കൊച്ചിന് ഇഷ്ടമാണോ KSRTC പോവാൻ? കയറുമ്പോഴേ ഉറങ്ങുമോ? ഉറങ്ങിക്കോട്ടോ. ഇപ്പോൾ സൈഡ് സീറ്റൊക്കെയാണ്. ഞങ്ങൾ കയറിയിട്ടുള്ളത് തൊട്ടിൽപ്പാലം ബസ്സാണ്. അവിടെ എത്തുമ്പം പപ്പ വരും. പപ്പയ്ക്കൊരു ഓട്ടോ ഉണ്ട്. അപ്പം പപ്പ ഓട്ടോയും കൊണ്ട് വരും. നമ്മൾ അതിലാണ് വീട്ടിലേക്ക് പോകുന്നത്. വയനാട് ചുരമൊക്കെ കയറുന്ന അതിലാണ് കേട്ടോ. അപ്പം തൊട്ടിൽപ്പാലം വരെ ഞങ്ങൾ ഈ ബസ്സിൽ പോകും. ഓക്കെ. റോസുട്ടിക്ക് 6 വയസ്സായതുകൊണ്ട് ഹാഫ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും KSRTCയിൽ അടിപൊളിയായിട്ട് തൊട്ടിൽപ്പാലം വരെ എത്തി. റോസുട്ടി ബസ് എടുത്തപ്പോഴേ ഉറങ്ങി കേട്ടോ. തൊട്ടിൽപ്പാലത്ത് എത്തിയപ്പോൾ റോസുട്ടിക്ക് ഒന്ന് ഫാൻസിയിൽ കയറണം, മുത്തുമാലയും മോതിരം ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളുടെ വൈറ്റ് ഡ്രസ്സിന് സ്യൂട്ടായ ഒരു മുത്തുമാലയും മോതിരവും ഒക്കെ വാങ്ങി. അപ്പോഴേക്കും റോസുട്ടീൻ്റെ പപ്പായി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പപ്പായിയുടെ കൂടെ ഓട്ടോയിൽ കയറി അങ്ങനെ കുറ്റ്യാടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. റോസുട്ടിക്ക് പപ്പായി മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെ ഈ എന്തൊക്കെ പറഞ്ഞാലും കാറിലും ബസ്സിലും ബൈക്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും പപ്പയുടെ കൂടെ ഈ ഓട്ടോയിൽ പോകുന്നതാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടം. കാരണം ഓട്ടോയിൽ പോകുന്ന ഒരു പ്രത്യേക വൈബാണ്. റോസുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എത്ര മാനന്തവാടി ബസ് കണ്ടാലും തൊട്ടിൽപ്പാലം ബസ്സേ കയറുള്ളൂ. കാരണം തൊട്ടിൽപ്പാലത്ത് ഇറങ്ങി പപ്പയുടെ കൂടെ പപ്പ ഞങ്ങളെ കൂട്ടാനായിട്ട് വാളാടുന്ന ഓട്ടോയെ എടുത്ത് തൊട്ടിൽപ്പാലം വരെ വരും. അങ്ങനെ തൊട്ടിൽപ്പാലത്തു നിന്ന് പപ്പയുടെ കൂടെ എപ്പോഴും ഓട്ടോയിൽ വരുള്ളൂ കേട്ടോ. ഭയങ്കര രസമാണ് പപ്പയുടെ കൂടെ. പപ്പ ഇടയ്ക്ക് സൈഡാക്കും, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും, പിന്നെ മെല്ലെ വാളാടേക്ക് പോകും. അങ്ങനെ ചുരമൊക്കെ കയറി കഴിയാനായി കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വയനാട് ചുരം, അടിവാരം ചുരത്തിനേക്കാളും എനിക്ക് കുറച്ചും കൂടി കാമാൻ ക്വയറ്റായിട്ട് തോന്നിയത് ഇവിടെയാണ് കേട്ടോ. നല്ല അന്തരീക്ഷമാണ് ഇവിടെ. അധികം തിരക്കൊന്നും റോഡിൽ ഉണ്ടാവാറില്ല പൊതുവെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി രസമാണ് ഈ കുറ്റ്യാടി ചുരം കയറാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചുരം കയറി കഴിഞ്ഞു. മെല്ലെ പപ്പ ഇങ്ങനെ പതുക്കെയാണ് കേട്ടോ പോകുന്നത്. പപ്പ ഒരുപാട് സ്പീഡിലൊന്നും അല്ല. പിന്നെ അതുകൊണ്ട് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ കൂടെയുള്ളത് റോസുട്ടിയാണല്ലോ. റോസുട്ടിക്ക് എല്ലാം കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഒരു ക്ഷീണവും നമുക്ക് ഉണ്ടാവാറില്ല ഓട്ടോയിൽ പോകുമ്പോൾ. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. പിന്നെ വാളാടേക്ക് എന്തിനാണ് ഇപ്പോൾ പോകുന്നതെന്നല്ലേ? വാളാട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പം ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാനായിട്ട് പോയതാണ് ഞാനും റോസുട്ടിയും. ഈ വാളാട് എന്ന് പറഞ്ഞ സ്ഥലം പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. 2 രീതിയിൽ നമുക്ക് വാളാടേക്ക് പോകാം. ഒന്ന് വയനാട് ചുരം കയറി മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർ റോഡ് വഴി അങ്ങനെ തലപ്പുഴയിൽ നിന്ന് തിരിഞ്ഞ് നമുക്ക് വരാം വാളാടേക്ക്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ കുറ്റ്യാടി തൊട്ടിൽപ്പാലം കഴിഞ്ഞ് നിരവിൽപ്പുഴയിലൂടെ വാളാടേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വാളാട് ടൗൺ എത്തി കേട്ടോ. ഈ കാണുന്നതാണ് വാളാട് ടൗണ്. പിന്നെ ഒരുപാട് കാലം ഞങ്ങൾ ജീവിച്ച സ്ഥലമാണ്. ഞങ്ങളല്ല ഞാൻ. അപ്പോൾ എൻ്റെ നാടാണ്. അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഈ കൊപ്പര എന്നെഴുതിയ ഈ ഷോപ്പിൻ്റെ സൈഡിലൂടെ റോഡുണ്ട്. ഈ റോഡ് നേരെ പോയാൽ പ്രശാന്തഗിരി പള്ളീൻ്റെ അടുത്ത് എത്തും.
പ്രശാന്തിഗിരി പള്ളിയുടെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടെത്താനായിട്ടുണ്ട്. നാട്ടിലൊക്കെ നല്ല മഴ പെയ്തു എന്നാണ് പപ്പ പറഞ്ഞത്. 2-3 ദിവസം വൈകുന്നേരം പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ പ്രാവശ്യത്തെ മഴയൊന്നും ഇതുവരെ കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം കോഴിക്കോട് ഒട്ടും മഴ പെയ്തിട്ടില്ലായിരുന്നു. കണ്ടോ, എൻ്റെ നാടൊക്കെ കണ്ടോ, നല്ല ഹരിതാഭയും പച്ചപ്പൊക്കെയാണ് കേട്ടോ. വാളാട് ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ട്, വാളാടൊക്കെ ഒന്ന് വന്ന് കാണാം കേട്ടോ. പിന്നെ പ്രശാന്തിഗിരി പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു, ബൈ.